ഹായ്, വെൽക്കം ടു അവർ ചാനൽ. എൻ്റെ പേര് ചന്ദന. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത് 5 പോപ്പുലറായിട്ടുള്ള സൺസ്ക്രീനിൻ്റെ ഒരു റേറ്റിംഗ് ആണ്, റിവ്യൂ ആൻഡ് റേറ്റിംഗ് ആണ്. അപ്പോൾ നേരെ കണ്ടലിലോട്ട് പോവാം. ആദ്യം നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണേ ഫോക്സ്ടെയിൽ പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡ്യൂയി സൺസ്ക്രീനാണ്. ഇത് SPF 70 PA4+ ആണ്. ഇത് അതുപോലെ ഭയങ്കര ലൈറ്റ് വെയ്റ്റും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. പക്ഷെ ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നിലെ സ്യൂട്ട് ആകത്തുള്ളൂ. ഓയിലി സ്കിൻകാരിക്കൊന്നും സ്യൂട്ട് ആകത്തില്ല. ചെറുതായിട്ട് സ്കിന്ന് ഡാർക്കനാക്കാനും അതുപോലെ ആക്നി പ്രോബ്ലംസ് കോസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് സ്കിന്നിലിട്ടിട്ട് കാണിച്ചു തരാം. അതൊരു വിത്തിൻ ഗ്ലോയാണ് തരുന്നത്. ഫസ്റ്റ് സൺസ്ക്രീൻ നമ്മുടെ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഫേമസ് സൺസ്ക്രീൻ ആണ്. ഇതൊരു കൈൻഡ് ഓഫ് കൊറിയൻ സൺസ്ക്രീൻ പോലെയാണ്. സെയിം ലൈക്ക് ഫോക്സ്ടെയിൽ, ഒരു കൈൻഡ് ഓഫ് ഡ്യൂയി ഫിനിഷ്. ബട്ട് ഇത് എല്ലാ ടൈപ്പും ആയിരിക്കും. ഫോക്സ്ടെയിലിൻ്റെ കുറച്ച് ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് കുറച്ച് ഇഷ്യൂ ഉള്ള സൺസ്ക്രീനാണ്. പക്ഷേ ഇത് എല്ലാ സ്കിൻ ടൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. ഭയങ്കര ഡ്യൂയി ഫിനിഷാണ്. അതുപോലെ SPF 50 PA++ ആണ്. ഒരു ഹൈബ്രിഡ് സൺസ്ക്രീനാണ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫിൽറ്റർ ഉണ്ട്. ഇത് കുറച്ചുണ്ട്. ഇത് നമ്മുടെ ബ്യൂട്ടി ഓഫ് ജോസിയനൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഇന്ത്യൻ വേർഷൻ പോലെയുള്ളൊരു സൺസ്ക്രീനാണ്. നല്ല ഗ്ലോയാണ് തരുന്നത്. അടുത്ത വരുന്നത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൻഡ് കെമോമൈൽ സൺസ്ക്രീനാണ്. ഇത് ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ വാങ്ങിയതാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര വൈറ്റ് കാസ്റ്റാണ്. ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഒരു തിക്ക് കൺസിസ്റ്റൻസിറ്റിയാണ്. പക്ഷെ ഒരു ഡ്രൈ മാറ്റ് ഫിനിഷ് അങ്ങനെയൊക്കെയായിരുന്നു റിവ്യൂസിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ തീരെ ബ്ലെൻഡ് ആവണില്ല. തീരെ ബ്ലെൻഡ് ആവണില്ല. മറ്റേ ഫോക്സ്ടെയിലിൻ്റെ അതൊക്കെ ചെറിയ വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ബ്ലെൻഡാക്കി കൊടുത്ത ബ്ലെൻഡാക്കി. ഇത് തീരെ പോണില്ല. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇത് പ്ലമ്മിൻ്റെ സ്ക്വാലനൈൻ വിറ്റാമിൻ ഇ ഡ്യൂയി സൺസ്ക്രീനാണ്. ഇത് ഞെക്കിപ്പ് ചെയ്യണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്ക് എത്ര ഇഷ്ടമാണ് ഈ സൺസ്ക്രീൻ. ഇല്ലായിരുന്നു, കുറച്ചുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഫേസിലിട്ട് കാണിച്ചു തരാം. ഇത് SPF PA+ സൺസ്ക്രീനാണ്. ഇച്ചിരി ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. സ്റ്റിൽ അത് ബ്ലെൻഡായി കഴിയുമ്പോൾ ഭയങ്കര ഡ്യൂ ആയിട്ടിരിക്കും. സെയിം ലൈക്ക് നമ്മുടെ ബ്യൂട്ടി ഓഫ് ജോസിയൻ സൺസ്ക്രീൻ പോലെ. ഇതിൻ്റെ മെയിൻ കോണ്ടൻറ്റ് സ്ക്വാലിനാണ്. അത് അറിയാലോ, നമ്മൾ ഭയങ്കര ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഭയങ്കര ഗ്ലോയാണ്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു ജെൽ സൺസ്ക്രീനാണ്. SPF 55 PA++ ആണ്. ഈ സൺസ്ക്രീന് ഒരു കൈൻഡ് ഓഫ് മാറ്റ് ഫിനിഷാണ് തരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം പിരിപ്പിരി പോലെ, ഒരു പില്ലാവണ പോലത്തെ ഒരു എഫക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു മോയ്സ്ചറൈസർ ഇട്ടതിൻ്റെ ആണെന്ന്. അപ്പോൾ മോയ്സ്ചറൈസർ ഇടാണ്ട് ഇട്ടപ്പോഴും ഇങ്ങനെ പിരിപ്പിരി പോലെ ആവും. പക്ഷേ അതൊരു കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവും. പക്ഷേ അതൊരു അടിപൊളി സൺസ്ക്രീൻ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺസ്ക്രീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് എനിക്ക് പറ്റുന്ന ലൈക്ക് കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് ഇൻഫോം ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി വേറെ സൺസ്ക്രീൻ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. ബൈ.